താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന അനേക ഭക്തന്മാർ അഥവാ പ്രാപിച്ചവർ, അവരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവിടെ അനുഗ്രഹീതമായ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരനുഭവിച്ച പ്രശ്നങ്ങൾ അഥവാ അവരുടെ വിടുതലിന് കാരണമായി തീർന്ന പ്രശ്നങ്ങൾ തന്നെ. ഇവിടെ ഒരു കാര്യം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കട്ടെ. ഇന്ന് നിങ്ങളായിരിക്കുന്ന കണ്ണുനീരിന് കാരണമായ പ്രശ്നങ്ങൾ ഇത് തന്നെയാണ് നാളത്തെ നിങ്ങളുടെ ചിരിക്ക് കാരണമാകുന്ന സാക്ഷ്യങ്ങളും. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായിരിക്കുന്ന ഈ പ്രശ്നങ്ങളാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ചിരി കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങൾ. നാളെ നിങ്ങൾ ഈ പ്രശ്നത്തെക്കുറിച്ചാണ് ചിരിയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ പോകുന്നത്. ഇതിലും വലിയ പ്രശ്നത്തിൽ, ഇതിലും വലിയ പ്രതിസന്ധിയിൽ, ഇതിലും വലിയ വെല്ലുവിളിയിൽ, അതേ അതിലൂടെ ഞാൻ കടന്നുപോയി, ഇന്നിതാ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ സമയത്ത് ഒത്തിരി പേർ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറയുന്നത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടിട്ടില്ലേ? ഇതിലും വലിയ വെള്ളപ്പൊക്കം അന്ന് വന്നതാണ്, ഇതിലും വലിയ മണ്ണിടിച്ചിൽ അന്നുണ്ടായതാണ്, ഇതിലും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്, ഇതിലും അധികം നഷ്ടം ഞാൻ സഹിച്ചവനാണ്, പക്ഷേ ഞാൻ ഇന്നും നിൽക്കുന്നു. അപ്പോൾ നമുക്ക് തിരികെ വരാം. അവർ പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ടു. ആര്? ഭക്തന്മാർ. അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളെ തന്നെ. എന്ന് വെച്ചാൽ എന്നെയും നിങ്ങളെയും പോലെ പേടിച്ച് ഭയന്ന് ഓടാതെ, അയ്യോ ഇനി പറ്റത്തില്ല, എൻ്റെതെല്ലാം നഷ്ടപ്പെട്ടു, ഇത്ര വലിയ പ്രതികൂലം, ഇത്ര വലിയ പ്രതിസന്ധി, ഇത്ര വലിയ വെല്ലുവിളി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, ഇനി പറ്റത്തില്ല, ഞാനിതാ തീർന്നു എന്ന് പറഞ്ഞ് പരിപാടി നിർത്താതെ അവർ പ്രശ്നങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിന്നു. എങ്ങനെ അവർക്കതിന് സാധിച്ചു? അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. കഴിഞ്ഞ ദിവസം ഈ മെസ്സേജ് നിങ്ങൾക്കായി ഒരുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നോട് ഒരു ആലോചന പറഞ്ഞു. ഈ മെസ്സേജ് കേൾക്കുന്ന ചിലർ ചിരിക്കുവാൻ തുടങ്ങിയ അവരായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന്, അതൊരു പക്ഷെ കടമെന്ന പ്രശ്നമായിരിക്കാം, കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം, രോഗമെന്ന പ്രശ്നമായിരിക്കാം, തലമുറകളെ കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം, ഏതോ പ്രശ്നം. അതെ, ആ പ്രശ്നത്തിന് മധ്യത്തിൽ നിന്ന് ചിലർ ചിരിച്ചു തുടങ്ങുക. ഒളിച്ചിരുന്ന ചിലർ കരഞ്ഞുകൊണ്ട് ഇനി വയ്യ, ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ വയ്യ എന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ചിലർ പുറത്ത് വന്ന് പ്രശ്നത്തിന് മുമ്പിൽ നിന്ന് ചിരിച്ചു തുടങ്ങുക. ഓ സ്തോത്രം, താങ്ക് യു ലോർഡ്. ആ ചിരിയാണ് നാളെ നിങ്ങളുടെ സാക്ഷ്യമായി മാറുവാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു അറിവാണ്. ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ട, ഭക്തന് മാത്രം ഉണ്ടാകേണ്ട അറിവ്. 139 സങ്കീർത്തനം 16 വാക്യത്തിൽ ആ അറിവ് വളരെ വ്യക്തമായി മറ്റൊരു ഭക്തനിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നല്ലൊരു പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ വ്യക്തമായൊരു പ്ലാൻ അഥവാ പ്ലാനിങ് ആവശ്യമാണ്. വീട് വെച്ചിട്ടുള്ളവർക്കറിയാം, നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു വീട് പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. അർത്ഥം നല്ലൊരു പ്ലാനാണ് നല്ലൊരു നിർമ്മിതിയുടെ അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ നമ്മെ നിർമ്മിച്ച, നമുക്ക് വേണ്ടതൊക്കെയും പിന്നെയും നിർമ്മിച്ചു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി അഥവാ ഒരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ ഉണ്ട്? യിരെമ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ദൈവം ആലോചനയിൽ വലിയവനാണ്. ഈ പ്ലാൻ തയ്യാറാക്കുന്ന കാര്യത്തിൽ ദൈവം ഒരു മാസ്റ്റർ ആണ്. ഉൽപ്പത്തി പുസ്തകം 1 1 മുതൽ താഴേക്ക് വായിച്ചു വന്നാൽ ദൈവത്തിന്റെ ആ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അതൊരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്? ഇത്ര മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിലും ശാസ്ത്രം ഇത്രമാത്രം വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടും ദൈവം സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ വൃക്ഷലതാദികൾക്ക് ജീവൻ നൽകി. ആ ജീവനാധാരമായ വെളിച്ചം കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും മനോഹരമായതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അങ്ങനെ ദൈവത്തിനൊരു പ്ലാൻ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം വിളിച്ചു പറയുന്നു, അവനത് നിവർത്തിക്കുവാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാണെന്ന് വേദപുസ്തകത്തിൽ യിരെമ്യാവ് രേഖപ്പെടുത്തുന്നത്. അതേ, ദൈവത്തിന് ആലോചനയുമുണ്ട്, ആ ആലോചനകളെ നിവർത്തിക്കുവാനുള്ള ശക്തിയുമുണ്ട്. നോക്കിയേ, ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ നിർമ്മിക്കപ്പെട്ട സമയത്ത്, അപ്പോൾ തന്നെ
ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വെറുതെ ഒരു പ്ലാൻ അല്ല. നമ്മളൊക്കെ പകൽ കിനാവുകൾ കാണാറുണ്ട്. വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ, ഡ്രൈവ് ചെയ്യാത്തവർ വെറുതെ ഇരുന്ന് പലതും ചിന്തിച്ചു കൂട്ടാറുണ്ട്, പലതും ആലോചിച്ചു കൂട്ടാറുണ്ട്, പകൽ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഒരു പകൽ സ്വപ്നമല്ല ദൈവത്തിൻ്റെത്, മറിച്ച് അത് എഴുതി വയ്ക്കപ്പെട്ടതാണ്. ദാവീദ് പറയുകയാണ്, എന്നെക്കുറിച്ച് ദൈവം കണ്ട കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരുന്നു. പ്ലാൻ പക്കായ, അത് വളരെ വ്യക്തമായി എഴുതി വയ്ക്കപ്പെട്ടതാണ്. ഒരു പുസ്തകത്തിൽ അതൊക്കെയും ദൈവം എഴുതി വച്ചിരിക്കുന്നു. അതാ ഇശായുടെ ഭാര്യയുടെ ഉദരത്തിൽ ദാവീദ് ജനിക്കുവാൻ പോകുന്നു. ദാവീദ് അവൻ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ളവനാണ്. അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇന്ന 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 നിലകളിലുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരും. അതിനെയൊക്കെ അവൻ ഇന്ന 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 നിലകളിൽ അതിജീവിക്കും, ജയിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് അവരെത്തിച്ചേരും. ഇതാണ് പ്ലാൻ. അപ്പോൾ ദൈവം തൻ്റെ പ്ലാൻ നടപ്പിൽ വരുത്തുമ്പോഴുള്ള പ്രത്യേകത നമ്മൾ പ്ലാൻ നടപ്പിൽ വരുത്തുന്നത് പോലെയല്ല. എന്താണ് ദൈവം തൻ്റെ പ്ലാൻ നടപ്പിൽ വരുത്തുമ്പോഴുള്ള പ്രത്യേകത? 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും, ദൈവം ഈ എഴുതി വച്ചിരുന്ന പ്ലാനിങ്ങിനനുസരിച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായി ശമൂവേൽ എന്ന പ്രവാചകനെ അയക്കുകയാണ്. അവിടെ ഈ ശമൂവേൽ വരുമ്പോൾ കാണുന്ന കാഴ്ച, അപ്പനായ ഇശായി ആരോഗ്യവും തടിമിടുക്കും യുദ്ധ നൈപുണ്യവുമുള്ള മക്കളെ ഓരോന്നോരോന്നായിട്ട് ശമൂവേലിന്റെ മുമ്പിൽ നിരത്തി നിർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശമൂവേലിന് മനുഷ്യനായതുകൊണ്ട് തന്നെ ഒരു ചിന്ത വരാം, ഞാൻ ഈ കാണുന്ന ഇവരൊക്കെ കൊള്ളാമല്ലോ, പൊക്കമുണ്ട്, തോൾവലിപ്പമുണ്ട്, രാജാവാകുവാൻ യോഗ്യരാണ്, യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്, അവർ ആ സമയത്ത് യുദ്ധവീരന്മാരാണ്, അപ്പോൾ ഇവരെ അങ്ങ് തിരഞ്ഞെടുത്താലോ? പക്ഷെ ദൈവം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ശമൂവേലേ, നീ അവരുടെ പൊക്കവും അവരുടെ രൂപവും അതൊന്നും നീ നോക്കരുത്. ഞാൻ ആര് അഭിഷേകം ചെയ്യുവാനാണോ നിന്നോട് പറഞ്ഞത് അവനെ തന്നെ അഭിഷേകം ചെയ്യുക. ദൈവം കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. നിങ്ങളെ എന്തെങ്കിലും ആക്കി മാറ്റാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം മറ്റൊരാളെ ദൈവം തേടി പോകത്തില്ല. സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് നിന്നെ എന്തെങ്കിലും ആക്കി മാറ്റാമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെ, നീ അത് കേട്ടത് കൊണ്ടാണ് നീ അവിടേക്ക് വാരിക്കെട്ടിപ്പോയത്. ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി, കടം വാങ്ങി, ലോൺ എടുത്ത്, പലിശക്കെടുത്ത് നീ കടന്നു പോയത് ദൈവം നിന്നോട് പറഞ്ഞത് കൊണ്ടാണ്. നിന്റെ ഇഷ്ടത്തിന് പോയതല്ല. നിന്റെ ആവശ്യം വലുതായിരുന്നു, നിനക്ക് പലതും പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കടം വാങ്ങിയും ചേർത്ത് വെച്ചതെല്ലാം എടുത്ത് നീ കടന്നുപോയി. അവിടെ നീ എത്തിപ്പെടേണ്ട സ്ഥാനങ്ങളിൽ മറ്റു പലരും നിനക്ക് മുമ്പേ എത്തുവാനായി മത്സരിക്കുന്നുണ്ട്. നിന്നെ തട്ടി തള്ളി താഴെയിട്ട് നിന്റെ സ്ഥാനം കൈവശമാക്കുവാനായി പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേൾക്ക്, ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. നിന്നോട് പറഞ്ഞ കാര്യം നിന്റെ ജീവിതത്തിൽ തന്നെ നിവർത്തിക്കും. നിനക്ക് അവിടെ ഒരു പൊസിഷൻ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാപനത്തിൽ നിനക്കൊരു ജോലി തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ആ സ്ഥാപനം കൊണ്ട് ഉപജീവിക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആ സ്ഥാപനത്തിലൂടെ തന്നെ നിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തൊഴിൽ തന്നെ നിനക്ക് അനുഗ്രഹമായി നിന്റെ ജീവിതത്തിന് തണലായി മാറുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതങ്ങനെ തന്നെ സംഭവിക്കും. ഓ സ്തോത്രം! ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. സഹോദരി, ദൈവത്തിൽ കോംപ്രമൈസ് ഇല്ല. അവൻ നിന്നെ കെട്ടിയെങ്കിൽ നീ അവന്റെ മുൻപിൽ തല കുനിച്ചു കൊടുത്തു എങ്കിൽ, അതെ, നിന്റെ ഭർത്താവ് അവൻ തന്നെയാണ്. ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. അപ്പുറത്തെ അവളെ കൊണ്ടുവന്നിട്ട് നോ 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 നോ, ദൈവത്തിന് ആ പരിപാടി ഇല്ല. അതേ സഹോദര, നിന്റെ ഭാര്യയുടെ ഭർത്താവ് നീ തന്നെയാണ്. വേറൊരുത്തൻ ഓടി വന്ന് ആ സ്ഥാനത്ത് കയറി നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ചയുമില്ല. നീ തന്നെയാണ് ഭാര്യ. സഹോദരി, നീ തന്നെയാണ് ഭാര്യ. സഹോദര, നീ തന്നെയാണ് ഭർത്താവ്. ദൈവം നിനക്ക് അങ്ങനെ ഒരു കുടുംബം ഒരുക്കി തന്നുവെങ്കിൽ, അതെ, അവിടെ നീ ഭാര്യയാണ്, അതെ, നീ ഭർത്താവാണ്, അത് നിങ്ങളുടെ കുടുംബമാണ്. ഓ സ്തോത്രം! മറ്റൊരുവനും അവിടേക്ക് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നോ കോംപ്രമൈസ്. ഓ താങ്ക് ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളിലൂടെ ചിലത് നിങ്ങളെ കാണിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തുവെങ്കിൽ, ആ രാജ്യത്തിലെ നന്മ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവം നൽകാമെന്ന് പറഞ്ഞു എങ്കിൽ, എങ്ങനെ? ഒത്തിരി വാഗ്ദത്തങ്ങൾ, ഒത്തിരി ദൂതുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മോശമായ കാലത്ത്. പലരും ആ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ആ വിശാലതയുടെ, സമൃദ്ധിയുടെ
ദൂതുകൾ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാമെന്നുള്ള ഒരു കാര്യമാണ്, ഇനി അങ്ങനെ ഒരു നന്മയുടെ വാതിൽ എനിക്ക് മുമ്പിൽ തുറക്കത്തില്ല, ഉള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കത്തില്ല. അർത്ഥം ദൈവം നിങ്ങളെ പറ്റിക്കുകയല്ല, അടുത്തൊരു തലമുറ വരുന്നുണ്ട്. സ്തോത്രം, താങ്ക് ലോർഡ്. നിങ്ങളുടെ തലമുറകളെ കുറിച്ച് തന്നെ അവരിലൂടെ അത് നിങ്ങളുടെ കരങ്ങളിൽ ദൈവം എത്തിക്കും. ആ സർക്കാർ ജോലി മാതാവേ പിതാവേ നീ ആഗ്രഹിച്ചതാണ്, പലരുടെയും ജീവിതത്തിൽ അതുണ്ടായപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കുറച്ചുകൂടെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് വേണ്ടി പലതും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്കും അങ്ങനെ നേടി. വിഷമിക്കട്ടെ, നിന്റെ തലമുറകളിലൂടെ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആ വിദേശ നന്മ നിനക്ക് പോകുവാൻ കഴിഞ്ഞില്ല, ജീവിത പ്രാരാബ്ധങ്ങളായിരുന്നു, കഴിവുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റിയില്ല. നിന്റെ തലമുറകളിലൂടെ രാജ്യങ്ങളുടെ നന്മ നിന്റെ ഭവനത്തിലേക്ക് വരുവാൻ പോകുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്, രാജ്യങ്ങളുടെ നന്മ യേശുവിൻ നാമത്തിൽ, രാജ്യങ്ങളുടെ സമ്പത്ത് നിന്റെ ഭവനത്തിലേക്ക് വരുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്റെ തലമുറകൾ ജയിക്കുവാൻ പോകുക. ഈശായുടെ വേരിൽ നിന്നൊരു മുള. താങ്ക് ലോർഡ്. ദൂത നിന്റെ മക്കളിലൂടെ തന്നെ. ഈ തല്ലിപ്പൊളി പിള്ളേർ, ദൈവത്തിന് കോംപ്രമൈസ് ഇല്ല. നിനക്ക് കോംപ്രമൈസ് ഉണ്ടാകും. ഇനി ഇതിനെ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, ഇതിൻ്റെ ഒന്നും പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. അത് കോംപ്രമൈസ്, നിന്റെ ഭാവം. എൻ്റെ ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. നിന്റെ തലമുറകൾ അവർ അനുഗ്രഹിക്കപ്പെടും, അവരിലൂടെ നിന്റെ പേരുയരും, നീ മാനിക്കപ്പെടും. ആമേൻ. മദ്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന്, അത് എത്ര വലിയ ഉരുൾപൊട്ടലായി ഒലിച്ചു വരുന്ന വെള്ളം പോലെ ശക്തിയേറിയതായിരുന്നാലും അതിനകത്തു നിന്ന് വലിച്ചെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ മദ്യപ്പുഴയിൽ വീണൊടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകളെ അവർ പുറത്തു കൊണ്ടുവരും. അതേ പ്രിയരെ, ആ ബിസിനസ് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചു, അതേ ഒരു കോംപ്രമൈസുമില്ല. അതിലൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ദൈവം പൂർത്തീകരണം വരുത്തും. ഒരു കോംപ്രമൈസും ഇല്ല. കാരണം അത് എഴുതി പ്രിപ്പയർ ചെയ്തു പോയി. ഇനി അതിനെ തിരുത്താൻ പറ്റത്തില്ല. നല്ല പ്ലാനൊക്കെ നല്ല എഞ്ചിനീയേഴ്സ് വരച്ചു കഴിഞ്ഞാൽ അവരത് തിരുത്തത്തില്ല. പണിക്കാർ പറയും ഇങ്ങനെ ചെയ്യാൻ പാടാ, നീ എത്ര പാടുപെട്ടാലും അങ്ങനെ തന്നെ ചെയ്യണം, അതിലൊരു മാറ്റം വരുത്തത്തില്ല. നല്ല പ്ലാൻ തിരുത്തി വരയ്ക്കത്തില്ല. വരച്ചു കഴിഞ്ഞാൽ വരച്ചത് തന്നെയാണ്, അത് എക്സിക്യൂട്ടീവ് ചെയ്യപ്പെടേണ്ടതാണ്. അതേ നല്ല പ്ലാനാ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസും അതിനകത്തില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. എന്താണ്? അബ്രഹാമിനൊരു മകനെ നൽകണം. അബ്രഹാം ആ മകനെ പ്രാപിക്കുവാനുള്ള വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ പലപ്പോഴും ചിന്തിച്ച് കാണണം. പലതും തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത് കണ്ടിട്ട് അബ്രഹാമിന് ഉണ്ടായിരുന്നതിൽ അധികം സമ്പത്ത് ദൈവം ആ യാത്രയിൽ നൽകി. അബ്രഹാമിന് ദേശങ്ങൾ അവകാശമായി മാറി. ആ യാത്രയിൽ അബ്രഹാം ചിന്തിച്ചിരിക്കാം, ഒരുപക്ഷേ ദൈവം ഇതൊക്കെ ആയിരിക്കും എനിക്ക് തരുന്നത്, അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട്. അബ്രഹാം അങ്ങനെ ചിന്തിച്ചിരിക്കാം. അതുകൊണ്ടാണ് അബ്രഹാം ഇസ്മായേലിനെ ഉണ്ടാക്കുവാൻ പദ്ധതി ഒരുക്കിയത്. അല്ലേ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വാഗ്ദത്തത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തോടൊപ്പം നമ്മുടെ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ, അബ്രഹാമിൻ്റെ ആ പുതിയ ജീവിതം 75-ാം വയസ്സിലാണ് തുടങ്ങിയത്. നമുക്കൊക്കെ ആ ഒരു ജീവിതം ഏതെങ്കിലും ഒരു പ്രായത്തിലായിരിക്കാം ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച് കുറേ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതുണ്ടാകും. തീർച്ചയായും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ വിഷയങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിറങ്ങിയ വിഷയങ്ങളെ വലുതായി കാണുന്നത് കൊണ്ട് പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കാണത്തില്ല. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു കുടുംബം ലോകത്തിൽ മറ്റാരും അനുഭവിക്കാത്ത സമാധാനം അനുഭവിക്കും. അവരുടെ ജീവിതത്തിനകത്ത് സന്തോഷമുണ്ടാകും, അവരുടെ ജീവിതത്തിനകത്ത് ഐക്യത ഉണ്ടാകും. അവർ ചെയ്യുന്നതൊക്കെയും സാധ്യമാകുവാനായി തുടങ്ങും. ആ വാഗ്ദത്തം അവിടെ നിൽക്കയിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഇതുപോലെ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ചെയ്തു. അബ്രഹാം വിചാരിച്ചു ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഫലം എന്താണ്? അബ്രഹാം ഇസ്മായേലിനെ ജനിപ്പിച്ചു. ദൈവം പറഞ്ഞു, അബ്രഹാമെ, ഇസ്മായേൽ എന്ന കാട്ടുകഴുതയല്ല ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞത്, ഞാൻ നിനക്ക് ഇസഹാക്ക് എന്ന ചിരിയാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. അതെ, ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. ചിരി നൽകാമെന്ന് പറഞ്ഞാൽ ചിരി തന്നെ നൽകും, കാട്ടുകഴുതയെ നൽകത്തില്ല. മാതാവേ, പിതാവേ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളിലൂടെ ചിരി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ ഉദരത്തിൽ നിന്ന് തലമുറകൾ ജനിക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്നിലൂടെ തന്നെ. താങ്ക് യു ലോർഡ്. നിന്റെ തലമുറകൾ, ആമേൻ, അവർ കേട്ടത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നീ ദൈവത്തിൽ നിന്ന് കേട്ടത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. അവർക്ക് ആ ഉയർച്ച ഉണ്ടാകും.
നീ ദൈവത്തിൽ നിന്ന് കേട്ടത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇസ്മായിലിനെ നീ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്നാൽ അത് മതി എന്ന് പറഞ്ഞ് ദൈവം പോകത്തില്ല. ഈസഹാക്കാണ് നിന്റെ വാഗ്ദത്തം, ഈസഹാക്കാണ് നിന്റെ വാഗ്ദത്തം. അതേ, ആ വാഗ്ദത്തത്തെ ദൈവം നിനക്ക് തരും. അതുവരെ വെയിറ്റ് ചെയ്യുവാൻ നീ തയ്യാറാണോ? ദൈവത്തിന്റെ സമയം വരെ. അപ്പോൾ ഒന്ന്, ഈ പ്ലാനിങ് പക്ക ആയതുകൊണ്ട് തന്നെ ദൈവം കോംപ്രമൈസ് ചെയ്യത്തില്ല. രണ്ട്, നോക്കിയേ, ദാവീദിന്റെ ജീവിതത്തിലേക്ക് അടിക്കടി പ്രതിസന്ധികൾ കടന്നു വരികയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതുപോലെ. എന്നാൽ ഈ പ്രതിസന്ധികളുടെ മുമ്പിലൊന്നും ഭക്തനായ ദാവീദ് കരയുന്നതായി കാണുന്നില്ല. കാരണം എന്താണ്? ദാവീദിനറിയാം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നേരത്തെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇങ്ങനെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് പേരിട്ട് നിങ്ങൾ എന്താകും, എന്ത് ചെയ്യും, എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നു വരും, ഏതൊക്കെ നിലകളിൽ നിങ്ങളായിരിക്കും, ഇതൊക്കെയും അറിഞ്ഞ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിശ്വസിക്കുവാനും അങ്ങനെ ചിന്തിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സത്യം അതാണ്. ദൈവം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വ്യക്തമായ പ്ലാനിൻ്റെ, മാസ്റ്റർ പ്ലാനിൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങൾ ഓരോരുത്തരും. ആമേൻ, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ആ പുസ്തകത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ തിരിച്ചറിവ് കൊണ്ട് ദാവീദ് ചിരിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ നേരിടുകയാണ്. ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് പ്രശ്നത്തിനകത്ത് വീണു പോവുകയാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, കടലിൻ്റെ മീതെ കൂടെ നടക്കുന്നതും കടലിൽ മുങ്ങിത്താഴുന്നതുമായിട്ടുള്ള അവസ്ഥ. നോക്കാം, ദാവീദിലേക്ക് വരാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റി സാക്ഷ്യം പറയുകയാണ്. ആരോട്? ശൗൽ എന്ന രാജാവിനോട് ദാവീദ് പറയുകയാണ്, ശൗൽ എന്ന രാജാവേ, നീ കേൾക്കണം. ഒരിക്കൽ അടിയൻ ആടുകളെ മേയിച്ചുകൊണ്ട് കാനന മധ്യത്തിലായിരിക്കുമ്പോൾ ഒരു സിംഹം കടന്നു വന്നു. പിന്നെ ഒരിക്കൽ ഒരു കരടി കടന്നു വന്നു. അവരുടെ ലക്ഷ്യം എൻ്റെ ആടുകളെ, എൻ്റെ സംരക്ഷണയിലുള്ള എൻ്റെ ഉപജീവന മാർഗമായ എൻ്റെ അപ്പൻ്റെ ആടുകളെ കവരുകയായിരുന്നു. എന്നാൽ കടന്നു വന്ന സിംഹത്തെ കണ്ട് ഞാൻ പേടിച്ച് ഒളിക്കാതെ ഞാൻ ആ സിംഹത്തിൻ്റെ പിന്നാലെ പോയി അവയുടെ വായ്ക്കുള്ളിലായിപ്പോയ ആട്ടിൻകുട്ടിയെ പിടിച്ച് എടുക്കുവാൻ തക്കവണ്ണം അതിനെ കീറിക്കളഞ്ഞു, അതിനെ അടിച്ചു, അതിനെ കീറി. ഒന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ നന്മകളെ കവർന്നു കൊണ്ടുപോകുവാൻ സിംഹങ്ങളും കരടികളും കടന്നു വരാറുണ്ട്. കരുത്തുള്ള, നമ്മെക്കാൾ ശേഷിയുള്ള, പ്രാപ്തിയുള്ള പലരും ശത്രുക്കളായി നമ്മുടെ നേരെ കടന്നു വരാറുണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ജീവനെങ്കിലും രക്ഷിക്കുവാനായി ശ്രമിക്കും. പണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, 9-ാം ക്ലാസ്സിൽ. ഞങ്ങളുടെ ചരിവിൻ്റെ അപ്പുറത്തെ ചരിവിലാണ് അവരുടെ വീട്. അപ്പോൾ ഒരു രാത്രിയിൽ വീട്ടിന് തീപിടുത്തം ഉണ്ടായി. പണ്ട് ഈ ഓല കെട്ടിടങ്ങളാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടേക്ക് തീപിടുത്തം സാധാരണമാണ്. അങ്ങനെ ഒരു വേനൽക്കാലത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും ഓടിപ്പോയി. ഇന്നത്തെ പോലെ ആരും വീട്ടിനകത്ത് ഒളിച്ചിരിക്കത്തില്ല. എല്ലാവരും ഓടിപ്പോയി വെള്ളമൊഴിച്ച് അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൂട്ടുകാരനോട് അടുത്തു നിന്ന് ഒരാൾ പറഞ്ഞു, 9-ാം ക്ലാസ്സിൽ പഠിക്കുക, നീ പോയി നിൻ്റെ പുസ്തകങ്ങളൊക്കെ എടുക്കുക. വീട്ടിൻ്റെ ഒരു വശത്ത് നിന്ന് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് നിന്ന് അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുക, പിന്നെ ജീവൻ കിടന്നാൽ വണ്ടി അടിച്ചെങ്കിലും ജീവിക്കാം, ഞാൻ ആ തീയിലോട്ട് പോകത്തില്ല. അവൻ ആ പ്രശ്നത്തിലോട്ട് പോകാൻ വയ്യ. പുസ്തകം പോകുന്നെങ്കിൽ പോകട്ടെ, പഠിത്തം പോകുന്നെങ്കിൽ പോകട്ടെ, ജീവൻ കിട്ടിയാൽ മതി. ഇന്ന് നമ്മളിൽ അനേകരും അങ്ങനെയാണ്. ജീവൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുവാൻ നിൽക്കത്തില്ല. പിന്നെയോ എസ്കേപ്പ് ചെയ്യും, ഒളിച്ചിരിക്കും. എന്നാൽ ഭക്തൻ അങ്ങനെയല്ല, ദാവീദ് അങ്ങനെയല്ല. സിംഹത്തിന്റെ പിന്നാലെ പോവുക, പ്രശ്നത്തിന്റെ പിന്നാലെ പോവുക. എടാ, അത് എൻ്റെ ആടാ, അതിനെ ഞാൻ തരത്തില്ല, അത് എൻ്റെ നന്മയാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ നന്മയെ കവരുന്ന, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കവർന്നെടുത്ത് ഓടി ഒളിക്കുന്ന ആ ശത്രുവിന്റെ പിന്നാലെ പോകുവാൻ നിങ്ങൾ തയ്യാറാകുമോ? തയ്യാറാകണം. കാരണം ആ ശത്രു വന്നത് നിന്റെ കൈകൊണ്ട് കീറപ്പെടുവാനാ. ഓ സ്തോത്രം! നിന്റെ കൈകൊണ്ട് തുലയപ്പെടുവാൻ, തകർക്കപ്പെടുവാനാ ആ ശത്രു കാനന മധ്യത്തിൽ നിന്ന് കയറി വന്നത്. ഒത്തിരി പേരുടെ നന്മ കൊണ്ടുപോയ ശത്രുവാ. നിന്റെ മുൻപിൽ അവൻ വന്നത് നിന്നാൽ തകർക്കപ്പെടുവാനാ. ദൈവം അത് എഴുതി വച്ചിട്ടുണ്ട്. ആ ജോലി സ്ഥലത്ത് നിനക്ക് പ്രശ്നമുണ്ടാകും, ആ പ്രശ്നത്തെ നീ ജയിക്കും. യേശുവിൻ നാമത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ആ പ്രശ്നം തന്നെ, സഹോദരി, നിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാകും. ദൈവം അത് എഴുതി വച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തെ നീ ജയിക്കും. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ തന്നെ മാതാവേ
പിതാവേ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങൾ അതിനെ ജയിക്കും. ദൈവം എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ തന്നെ അതിൻ്റെ മുമ്പിൽ പേടിച്ചൊളിക്കാതെ മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ സഹോദര? ആ ജോലി സ്ഥലത്ത് നിന്റെ നന്മ കവരുവാൻ വന്ന സിംഹത്തെയും കരടിയെയും നീ കീറുകയാ, നിന്റെ കയ്യാൽ അത് കീറപ്പെടുകയാ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, ആ ശത്രു നിനക്ക് മുമ്പിൽ വീഴുകയാ. അനേക കുടുംബങ്ങളെ കണ്ണുനീരിലാക്കിയ, അനേക ഭാര്യമാരെ വിധവമാരാക്കി തീർത്ത, അനേക ഭർത്താക്കന്മാരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ ആ സിംഹത്തെയും കരടിയെയും നിങ്ങൾ കീറുകയാ യേശുവിൻ നാമത്തിൽ. മാതാവേ, പിതാവേ, ഇനി സ്തോത്രം, ഇനി ഒരു കുടുംബത്തിൽ അതൊരു കലക്കമുണ്ടാക്കുവാൻ, തലമുറകളെ പിടിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കാത്ത വിധത്തിൽ അതിനെ കീറുവാൻ നിങ്ങളുടെ കരങ്ങളെ എൻ്റെ ദൈവം ശക്തിപ്പെടുത്തുക. അത് എഴുതി വെച്ചിട്ടുണ്ടതേ, നിങ്ങളുടെ കയ്യിൽ അത് വീഴും. സിംഹവും കരടിയും വന്നതെന്തിനാ? സ്തോത്രം, ദാവീദിന്റെ കയ്യിൽ വീഴുവാൻ വേണ്ടിയാ. അതാണ് പ്ലാൻ. അത് എഴുതി വച്ചിരിക്കുന്നത്, അതിന് മാറ്റമില്ല. നിങ്ങൾ തിരിച്ചറിയും, പേടിച്ചൊളിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, അത് എഴുതി വച്ചിരിക്കുക. അവിടെ നിങ്ങളെ ജയിക്കത്തുള്ളൂ. ജയം നിങ്ങൾക്കാണ്, സിംഹത്തിനും കരടിക്കുമല്ല, ഈ പ്രശ്നങ്ങൾക്കല്ല പ്രിയരെ, ജയം നിങ്ങൾക്കാണ്. നോക്കിയേ, പിന്നെയും ദാവീദ് യുദ്ധമുഖത്ത് നിൽക്കുന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? മല്ലനായ ഗോലിയാത്ത്. തനിക്കൊപ്പമുള്ള തരത്തിലുള്ള ഒരുവനല്ല. എതിരാളി ശക്തനാണ്, കരുത്തനാണ്, ആർക്കും നേരിടുവാൻ കഴിയാത്തവനാണ്. അതുകൊണ്ടാണല്ലോ ഒപ്പമുള്ളവരെല്ലാം ഓടി ഒളിച്ചത്. അങ്ങനെയുള്ള ഭീമാകാരനായ ആ രാക്ഷസന്റെ മുൻപിൽ, ഗോലിയാത്തിന് മുമ്പിൽ ദാവീദ് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ദാവീദിന് ഓടി ഒളിക്കാതെ നിൽക്കുവാൻ കഴിഞ്ഞത്? നമ്മളാണെങ്കിലോ ആ യുദ്ധമുഖത്ത് നമ്മുടെ പൊടി പോലും കാണത്തില്ല. പണ്ടൊരു പഴഞ്ചൊല്ല് പറയും പോലെ, ആട് കിടന്നെടുത്ത് പൂട പോലുമില്ല. നമ്മൾ ഓടിത്തള്ളും. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഈ പ്രശ്നം അയ്യോ എനിക്ക് കേൾക്കുകയും വേണ്ട, എനിക്കറിയുകയും വേണ്ട. പലരും പല പ്രശ്നങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ അയ്യോ, ഞങ്ങളുടെ ആരുടെയും കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. കരയുന്നുണ്ട്. ഒരമ്മയായി എൻ്റെ മക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നല്ലോ, ഞാനും ജീവിച്ചു, എൻ്റെ സഹോദരങ്ങൾ ജീവിച്ചു, ഓടി ഒളിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നത്തിന് മുമ്പിൽ ഇതാ ദാവീദ് നിൽക്കുക. ദാവീദ് നിൽക്കുവാനുള്ള ഉറപ്പെന്താ? ദാവീദിനറിയാം, ഇതൊക്കെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഈ മലഞ്ചെരുവിൽ ഗോലിയാത്ത് എനിക്ക് മുമ്പിൽ നിൽക്കും, ഞാൻ ഗോലിയാത്തിന് നേരെ നിൽക്കും, എൻ്റെ കയ്യിലുള്ള പക്ഷികളെ എറിഞ്ഞോടിക്കുവാൻ കഴിയുന്ന കല്ലുകൊണ്ട് ഞാൻ ഗോലിയാത്തിനെ വീഴ്ത്തും. കാരണം ഈ പ്ലാൻ വരച്ചത് ദൈവമാണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ദൈവമാണ്. സ്തോത്രം. അവൻ വരപ്പുകാരൻ മാത്രമല്ല, അവനതിന് പൂർത്തീകരണം വരുത്തുന്നവനുമാണ്. നല്ല പണിക്കാരനാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി. അവൻ്റെ പ്ലാനുകളെ അവൻ പൂർത്തിയാക്കും യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം തന്നെ പൂർത്തിയാക്കും. ആ ഗോലിയാത്ത് വീഴുകയാണ്. ചിരിച്ചുകൊണ്ട് യുദ്ധത്തിനായി ഇറങ്ങിയ ആ ദാവീദിന് മുമ്പിൽ ഗോലിയാത്ത് വീഴുകയാണ്. പ്രിയരെ, പ്രശ്നം എത്രമാത്രം വലുതായിരുന്നാലും നിങ്ങൾക്ക് മുമ്പിൽ അത് വീഴും. എന്തിനാ ഗോലിയാത്ത് കടന്നു വരുന്നത്? അവൻ നിനക്ക് മുമ്പിൽ തോൽക്കുവാൻ വേണ്ടി കടന്നു വരിക. നോക്കി, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, കോലിനാൽ അടിക്കപ്പെട്ട് വിവസ്ത്രരായി കാരാഗ്രഹത്തിനകത്തായിരിക്കുന്ന പൗലോസും ശീലാസും അവരവിടെ എന്തു ചെയ്യുകയാണ്? കരഞ്ഞ് നിലവിളിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തിനാ അവർ സ്തുതിച്ചത്? അവർക്കറിയാം ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ തങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതോ, ഈ കാരാഗ്രഹ പ്രമാണി ആഗ്രഹിക്കുന്നതോ, രാജാവ് ആഗ്രഹിക്കുന്നതോ നടക്കത്തില്ല. ദൈവം തൻ്റെ പ്ലാനിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ പണിയും. എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കും. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അവർ ചിരിയോടെ നേരിട്ടപ്പോൾ അങ്ങനെ ഒരു കാരാഗ്രഹം അവിടെ വേണ്ട. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അങ്ങനെ ഒരു കാരാഗ്രഹം അവിടെ ആവശ്യമില്ല. കാരണം ഇവർ യൂറോപ്പ് കീഴടക്കുവാനാണ് വന്നത്. ഇവരിലൂടെ യൂറോപ്പ് കീഴടക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഇവർ മാത്രം പോരാ, ഇവർക്ക് പിന്നാലെ ഒത്തിരി പേർ വരണം. അതുകൊണ്ട് ഇവർ അടികൊണ്ടതുപോലെ അടികൊണ്ട് അതിനകത്ത് പൂട്ടപ്പെടുവാൻ അവിടെ ഒരു കാരാഗ്രഹം വേണ്ട, അവിടെ ഒരു കാരാഗ്രഹ പ്രമാണി വേണ്ട. യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ ആ കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നത്. ഇനി ആ കാരാഗ്രഹം അവിടെ വേണ്ടെന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ പ്രശ്നത്തിൽ നിങ്ങളായിരിക്കുന്നത്. ഇനി ആ പ്രശ്നം അവിടെ വേണ്ട. നിങ്ങളുടെ തലമുറകൾക്ക് കരയുവാൻ ആ പ്രശ്നം അവിടെ വേണ്ട. നിങ്ങൾക്ക് പിന്നാലെ വരുന്നവർക്ക് കരയുവാൻ ആ പ്രശ്നം അവിടെ വേണ്ട. സഹോദര, ആ ജോലി സ്ഥലത്ത് ആ കാരാഗ്രഹം നിനക്ക് വിരോധമായി ഒരുക്കപ്പെട്ടത് ഇനി അങ്ങനെ ഒരു കാരാഗ്രഹത്തിൽ ആരും കിടക്കാതിരിക്കുവാൻ വേണ്ടിയാ. അത് ദൈവത്തിന്റെ പ്ലാനിങ്ങാ, മാസ്റ്റർ പ്ലാൻ. യേശുവിൻ നാമത്തിൽ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ആ പ്രശ്നം കടന്നു വന്നത് ഇനി നിന്റെ കുടുംബത്തിൽ ഇനി വിവാഹം കഴിഞ്ഞ് പോകുവാനുള്ള അനേക
സ്ത്രീകൾ ആ കാരാഗ്രഹത്തിനകത്ത് വീഴാതിരിക്കുവാൻ വേണ്ടിയാ. നിന്നിലൂടെ കർത്താവ് അതിനെ പൊളിച്ചു കളയുവാൻ പോകുകയോ. സ്തോത്രം. ആ കാരാഗ്രഹത്തെ കെട്ടി കയറി വരുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന, ബന്ധിക്കുന്ന ആ കാരാഗ്രഹം നിന്നിലൂടെ പൊളിയപ്പെടുവാൻ പോകുകയോ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ രോഗമെന്ന കാരാഗ്രഹം നിന്നിലൂടെ പൊളിയപ്പെടുവാൻ പോകുക. നിന്നിൽ അതിലൊരു അവസാനമുണ്ട്. അതുകൊണ്ട് നീ കരയണ്ട. അതുകൊണ്ട് പൗലോസും ശീലാസും കരയത്തില്ല. അവർ സ്തുതിക്കും, അവർ സ്തോത്രം ചെയ്യും. അപ്പോൾ ഗോലിയാത്ത് വരുന്നത് പരാജയപ്പെടുവാൻ, തോൽക്കുവാൻ വേണ്ടിയാ. പിന്നെയും സ്വന്തം ബന്ധങ്ങൾ, ആ യുദ്ധഭൂമിയിൽ വച്ച് തന്നെ ദാവീദിന്റെ സ്വന്തം ബന്ധങ്ങൾ, സഹോദരങ്ങൾ ദാവീദിനെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. എങ്ങനെയാണ് ആ പരിഹാസത്തിന് മുമ്പിലും ദാവീദിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത്? ആ പരിഹാസത്തെ ചിരിയോടെ നേരിടുവാൻ ദാവീദിന് കഴിയുന്നത് നമുക്ക് കഴിയാതിരിക്കുമ്പോൾ. കാരണം ദാവീദിനറിയാം ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ആ മാസ്റ്ററിന്റെ പ്ലാനാണ്, മാസ്റ്റർ പ്ലാനിലുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്നും നടക്കാതെ പോകത്തില്ല. അപ്പോൾ സഹോദരന്മാർ എന്തിനാണ് ദാവീദിനെ പരിഹസിച്ചത്? അവന് മുമ്പിൽ കൈകെട്ടി നിൽക്കുവാൻ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാണ് യോസേഫേ നിന്റെ സഹോദരങ്ങൾ നിന്നെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടത്? 37-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ചോദിച്ചാൽ ഒരു പക്ഷേ യോസേഫിന് ഉത്തരം പറയുവാൻ കഴിയണമെന്നില്ല. എന്നാൽ 49-ാം അധ്യായത്തിൽ ചോദിച്ചാൽ യോസേഫ് പറയും, ദോട്ടെ ചാക്ക് കൊണ്ട് വരുവാൻ വേണ്ടിയാണ് ഇവന്മാരെന്നെ തുണിയില്ലാതെ കുഴിക്കകത്തെടുത്തിട്ടത്. യേശുവിൻ നാമത്തിൽ നിന്നെ നിന്ദിക്കുന്ന, നിന്നെ അപമാനിക്കുന്ന, ഓ താങ്ക് യു ലോർഡ്, അതങ്ങനെ സംഭവിക്കുവാൻ പോവുക. സഹോദര, അതങ്ങനെ സംഭവിക്കുവാൻ പോവുക. ഇവന്മാർ കൈകെട്ടി നിൽക്കുവാൻ പോവുക. എന്തിനാണോ? അതേന്നെ, കൈകെട്ടി നിൽക്കുവാൻ തന്നെ. ഇത് പ്ലാനാ, മാസ്റ്റർ പ്ലാൻ. അതനുസരിച്ചേ നടക്കത്തുള്ളൂ. ദൈവം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. വെയിറ്റ് ചെയ്യും. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിപ്പരുത്തുക. അതുപോലെ എല്ലാ ദിവസങ്ങളിലും പ്രഭാതമന്നെ എന്ന പേരിൽ ഇതുപോലെ അനുഗ്രഹീതമായ മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ്. കാണുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾ കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുള്ളത് പ്രൈസർ ഫാമിലി കുടുംബങ്ങളുടെ താല്പര്യവും ആത്മാർത്ഥതയുമാണ്. നിങ്ങളോട് അവർക്കുള്ള കടപ്പാട്. നിങ്ങളും കർത്താവിനെ അറിയണം, കർത്താവിലൂടെ വിടുതൽ പ്രാപിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ അനേകരിലേക്ക് ഈ മെസ്സേജുകൾ എത്തിക്കുവാൻ, കർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിയാക്കുവാൻ ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം നിൽക്കുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരിഹാരം വരുവാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇന്നായിരിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വല്ലാതെ ബാധിക്കപ്പെട്ട നിലകളിൽ ഇവരായിരിക്കുമ്പോൾ കണ്ണുനീർ മാത്രം, ഇനി മുൻപോട്ട് പോകുവാൻ വയ്യ എന്ന് തളർന്നിരിക്കുന്നവർ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഇവർക്ക് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശത്രു ഇപ്പോൾ വീഴട്ടെ. ജോലി സ്ഥലത്ത് ഇവർക്ക് വിരോധമായി എഴുതി നിൽക്കുന്ന ശത്രു വീഴുന്ന കൃപയ്ക്കായി, തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ഓ സ്തോത്രം. വരുമാന മേഖലകളിൽ വിശാലത ഉണ്ടാകട്ടെ. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. ആ ദാരിദ്ര്യം മാറട്ടെ. കടം മാറട്ടെ. ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ വരട്ടെ. സമാധാനം തിരികെ വരട്ടെ. ഭാര്യയോട് മിണ്ടാതിരിക്കുന്ന ഭർത്താക്കന്മാർ മിണ്ടി തുടങ്ങട്ടെ. ഭർത്താവിനോട് മിണ്ടാതിരിക്കുന്ന ഭാര്യമാർ, അവരിൽ സ്നേഹമുണ്ടാകട്ടെ. മക്കൾ ഭവനത്തിനകത്ത് കടന്നു വരട്ടെ. സന്ധ്യാപ്രാർത്ഥനകൾ ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. തകർന്നുപോയ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പടുക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. പരീക്ഷകൾ എഴുതുവാൻ ഒരുങ്ങുന്നവൾ അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ. മടിയും അലസതയും മാറട്ടെ. ഉറക്കം വരുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ അവർ പഠിച്ചു തുടങ്ങട്ടെ. റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കട്ടെ. നല്ല വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങൾ പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. ഭവനങ്ങൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ബിസിനസ്സുകൾ, സ്വയം തൊഴിലുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കടം കയറി മുടിഞ്ഞായിരിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ലഭിക്കട്ടെ. ലോണുകൾ കിട്ടട്ടെ. യേശുവിൻ നാമത്തിൽ
രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വലുതും ചെറുതുമായ സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.